പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയരെ, നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസമാണ്. കർത്താവിൻ്റെ ദിവസം വെള്ളിയാഴ്ച, ജനുവരി 17-ാം തീയതി. പ്രത്യക്ഷീന പ്രാർത്ഥന. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ ആവശ്യം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യണം. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ ഈ പ്രഭാതത്തിൽ തന്നെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസ്ഥാനത്താറിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കളെ ഈ നിമിഷം ആർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? ഈ ധ്യാനം കേൾക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവത്തിൻ്റെ കൃപ വലിയ പ്രസരിപ്പോടുകൂടി കർത്താവ് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ അങ്ങയുടെ മക്കളുടെ സംസാരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ചർച്ചകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അടുക്കളമുള്ള അരങ്ങ് വരെ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ അരൂപിയുടെ നിൻ്റെ വലതുകരത്തിൻ്റെ സംരക്ഷണം അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ ആശ്രയിക്കപ്പെടട്ടെ. നിൻ്റെ സംസാരം ആശ്രയിക്കപ്പെടട്ടെ. ഇന്നത്തെ മുഴുവൻ നിൻ്റെ സംസാരങ്ങളും നടപ്പുകളും യാത്രകളും നീ ഉപയോഗിക്കുന്ന വാഹനങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കപ്പെടട്ടെ. നിൻ്റെ ഇടപാടുകൾ, കൊടുക്കവാങ്ങലുകൾ, ഇടപഴകലുകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കപ്പെടട്ടെ. നിനക്ക്, നിൻ്റെ ബുദ്ധിക്കോ നിൻ്റെ ശക്തിക്കോ നിൻ്റെ ചിന്തയ്ക്കോ നിൻ്റെ സങ്കല്പങ്ങൾക്കോ അതീതമായിട്ടുള്ള അവിസ്മരണീയവും അതുപോലെ തന്നെ അവിചാരിതവുമായിട്ടുള്ള എല്ലാ
ഭാരങ്ങളെയും യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവെ ഇന്ന് സംഭവിക്കേണ്ട മുഴുവൻ കാരണങ്ങളും നീ ആശീർവദിക്കണം. മുഴുവൻ കാര്യങ്ങളും നീ ആശീർവദിക്കണം. ചതികൾ, മറ്റുള്ളവർ ഞങ്ങളെ ചതിയിൽപ്പെടുത്തുന്നവർ, കെണിയിൽപ്പെടുത്തുന്നവർ, അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുന്നവർ, ഞങ്ങളെ അകപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ ശക്തികളും ഇന്നത്തെ ദിവസം യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ കരുണച്ചൊരിയുടെ കർത്താവെ, ഞങ്ങളുടെ ചിന്തകൾ, ബുദ്ധിയിൽ ആലോചനകൾ, തീരുമാനങ്ങൾ എല്ലാം പരിശുദ്ധാത്മാവ് നയിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കഴിവുകേട് കൊണ്ടോ അതുപോലെ തന്നെ ഞങ്ങളുടെ വേണ്ടത്ര അറിവില്ലായ്മ കൊണ്ടോ വരാൻ സാധ്യതയുള്ള മുഴുവൻ തെറ്റായ തീരുമാനങ്ങൾ കർത്താവ് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുകയും അതിനെ നേർവഴിയിലൂടെ നയിക്കുകയും ഞങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന അബദ്ധങ്ങൾ യേശു ക്രിസ്തുനാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ എല്ലാ വിശുദ്ധന്മാരെയും മാരഹമാരെയും തിരുക്കുടുംബത്തിൻ്റെ മധ്യസ്ഥനാവിഷ്ടാനെ സാക്ഷി നിർത്തിക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹൃദയം തകർന്നവരെ, മനസ്സ് ഇടിഞ്ഞവർ, ശരീരം തളർന്നവർ, രോഗത്തെ പീഡയാൽ വലയുന്നവർ എല്ലാവരും യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ അഭിവാദനങ്ങൾ, നിങ്ങളുടെ ചർച്ചകൾ, നിങ്ങളുടെ സമ്മേളനങ്ങൾ, നിങ്ങളുടെ എഴുത്തുകുത്തുകൾ, നിങ്ങളുടെ ഒപ്പിടലുകൾ എല്ലാം ക്രയവിക്രയങ്ങൾ, കൈമാറ്റങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കേൾപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ ഇന്നത്തെ ദിവസത്തിൽ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ മക്കളെ, പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതേ, അതായത് ഈ നമുക്ക് എന്നും കുന്നിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അനുഗ്രഹം കൊണ്ട് നമ്മൾക്കാണ് പ്രയോജനം. പക്ഷെ ദൈവത്തിന് വേണ്ടപ്പെട്ടവരാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകണം. ദൈവത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ അനുഗ്രഹത്തിന് പകരം കൃപ നമ്മൾക്കുണ്ടാകണം. കൃപ നമ്മൾക്കുണ്ടാകണമെങ്കിൽ, അഥവാ കൃപ നമ്മളിലേക്ക് വന്നു ചേർന്നാൽ എങ്ങനെ അറിയാൻ പറ്റുമെന്നൊരു സൂത്രം പറയുന്നുണ്ട്. ഒരു വ്യക്തിയിൽ കൃപ നിറഞ്ഞാൽ അതെങ്ങനെ കൃപ നിറഞ്ഞ വ്യക്തിയാണെന്ന് അറിയാൻ എന്താണ് സൂത്രപ്പണി? നമ്മളെ കൃപയുണ്ടെന്ന് പറഞ്ഞ പല വ്യക്തികൾക്കും കൃപയില്ല. സുവിശേഷ കൈമാറ്റത്തിനാണ് ദൈവം കൃപ അലോട്ട് ചെയ്യണത്. അപ്പോൾ എപ്പോഴും ഓർത്തേക്കണം, പ്രധാനമായിട്ടും മറ്റെല്ലാം ബ്ലെസ്സിങ്സാണ്. ഒരു ബ്ലെസ്ഡ് പേഴ്സൺ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷെ ഒരു ഗ്രേസ്ഡ് പേഴ്സൺ ആണെന്ന് പറഞ്ഞാൽ നോട്ട് ഓക്കെ. ഗ്രേസ്ഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അവർ ഗ്രേസ്ഡ് പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് ഒരു കൃപ നിറഞ്ഞ ആളാണെങ്കിൽ അയാൾക്ക് ആരെങ്കിലും കാണുമ്പോഴൊക്കെ യേശുവിനെ കുറിച്ച് പറയാൻ തോന്നും, സുവിശേഷത്തെക്കുറിച്ച് പറയാൻ തോന്നും. അല്ലെങ്കിൽ സുവിശേഷം അവർ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് തോന്നും. കാര്യം കൃപയ്ക്ക് ഇവിടെ വെച്ചാണ് ഞങ്ങൾക്ക് ഇന്ന കാര്യത്തിനുള്ള കൃപ കിട്ടിയെന്നാണ് പറയണത്, അല്ലാതെ അനുഗ്രഹം കിട്ടിയെന്നല്ല പറയണത്. സുവിശേഷ കൈമാറ്റത്തിന് വേണ്ടത് കൃപയാണെന്നുള്ള സൂചനയാണ്. നമുക്ക് നടപടി പുസ്തകം വായിച്ച് 14:26. അവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് കപ്പൽ കയറി തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ. അപ്പോഴേ ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യം ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ദൈവത്തിൻ്റെ കൃപ വേണ്ടത്. എന്താ? ദൈവത്തിൻ്റെ ശക്തി. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫക്റ്റ് ഓഫ് ദാറ്റ് പവർ. നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളില്ലേ, അത് ഗ്രേസിന്. ഇപ്പം കറണ്ടാണ് കൃപയെങ്കിൽ അനുഗ്രഹം ഈ ബൾബിൻ്റെ വെളിച്ചമാകാം, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദമാകാം. അതാണ് ഇഫക്റ്റാണത്. കറണ്ടില്ലെങ്കിൽ ഇതൊന്നുമില്ല, എന്തെല്ലാം ഉപകരണം ഉണ്ടായിട്ടും കാര്യമില്ല. അതാണ് കൃപയും അനുഗ്രഹവും തമ്മിലുള്ള ഒരു വ്യത്യാസം. അതുകൊണ്ട് നിങ്ങൾ കൃപയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കൃപയുണ്ടെങ്കിൽ, കറണ്ട് ഉണ്ടെങ്കിൽ എന്ത് പറ്റും? മൈക്ക്, അതുപോലെ തന്നെ ലൈറ്റ്, പിന്നെ എന്താണ് വേണേൽ വലിയ ബസ് വരെ ഇപ്പോൾ കറണ്ട് കൊണ്ട് ഓടിക്കേണ്ട ആൾക്കാരില്ലേ. അപ്പോൾ എന്ത് വേണേലും ചെയ്യാം നമുക്ക് കറണ്ട് ഉണ്ടെങ്കിൽ. കൃപയുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അനുഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പഠിക്കാനുള്ള അനുഗ്രഹം ഓക്കെ, ആ പഠിക്കാൻ മാത്രം പറ്റും. പക്ഷെ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? കർത്താവേ, ഞങ്ങൾ കൃപ. ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? 17-ാം തീയതി
എന്താ പ്രാർത്ഥിക്കുന്നത്? വെള്ളിയാഴ്ച എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, നീ ക്രൂശിക്കപ്പെട്ട ദിവസം അനുസ്മരണ ദിവസമാണത്. നീ പിതാവിന് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കർമ്മമാണത്. അതുകൊണ്ടാണ് നിൻ്റെ നാമത്തിൽ കൃപയെല്ലാം നിൻ്റെ നാമത്തിലായിരിക്കണത്. ആ കൃപ നീ പിതാവ് നിന്നെ ഏൽപ്പിച്ച ജോലി ഞങ്ങൾ ഏറ്റെടുക്കാൻ, അതാണ് ഈശോ പറഞ്ഞില്ലേ, പിതാവിനെ ഏൽപ്പിച്ചതുപോലെ ഞാനും നിങ്ങളെ ഏൽപ്പിക്കുന്നു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 20:21. യോഹന്നാൻ 20:21. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എന്താണ് എന്നിട്ട് ഈശോ പറയവേ, ഞാനും നിങ്ങളെ നിയോഗിക്കുന്നു. എന്താ നിയോഗിക്കണത്? 15-16 വായിച്ചേ. യോഹന്നാൻ 15-16. യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനങ്ങൾ പറയാനോ, ഇപ്പൊ കൃപാസനത്തിൽ പത്രം കൊടുക്കുന്ന വലിയൊരു പ്രവർത്തനമല്ലേ. എല്ലാ കാടും മേടും മലയും ഒക്കെ ഇറങ്ങിയ ആൾക്കാർ പത്രം കൊടുക്കുകയല്ല, പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആൾക്കാർ. അവരുടെ അനുഭവങ്ങൾ പറഞ്ഞാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ എന്താ സംഭവം? അപ്പോൾ ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളെ നിയോഗിച്ചതാണെന്ന്. ആര് നിയോഗിച്ചു? എൻ്റെ പിതാവ് എന്നെ നിയോഗിച്ചതുപോലെ ഞാനും നിങ്ങളെ നിയോഗിച്ചു. അപ്പോൾ അങ്ങനെ നിയോഗം ഉള്ളപ്പോഴാണ് എന്താണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്? കൃപയാണ്. അതുകൊണ്ട് ആദ്യം എല്ലാ അനുഗ്രഹങ്ങളുടെയും അമ്മയായ കൃപ ആർജിക്കാൻ വേണ്ടി സുവിശേഷ വേല ചെയ്തും കർത്താവിനെ അറിയാത്ത അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യാൻ പ്രത്യേക അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ വിലയുള്ളവരായി മാറും. പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾ 2 പേരെങ്കിലും കർത്താവിൻ്റെ നാമത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങളെ പരിശുദ്ധാത്മ ബലപ്പെടുത്തട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അമ്മേ, പരിശുദ്ധമ്മേ, അങ്ങയുടെ മക്കളെ ബലപ്പെടുത്തണം. ഈശോനെ കൈമാറാനുള്ള കൃപയും ആത്മശക്തിയും ആത്മബലവും അഭിഷേകമായി നിങ്ങൾക്ക് ലഭിക്കട്ടെ. ലോർഡ് ഇൻക്രീസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്.